ഹായ്, ഇന്ന് നമ്മള് ചായക്ക് വേണ്ടിട്ടൊരു സബോള അരിഞ്ഞിട്ടുണ്ട്, പച്ചമുളക് ഉണ്ട്. എന്താന്ന് വെച്ചാ ഒരു ഉള്ളിവടാന്ന് പറയും. ആട്ടി മൈദി ഉറപ്പായിട്ടും ഉള്ളിവടയാണ് ഉണ്ടാക്കാൻ പോണത്. അതിനായിട്ട് നമ്മള് ഗോതമ്പ് പൊടി, നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഗോതമ്പ് പൊടിയാണ്. നമുക്കത് വറുത്തെടുക്കണം. നമ്മള് മൈദയാണ് സാധാരണ ഉപയോഗിക്കാട്ടോ. ഗോതമ്പ് പൊടി മൈദയും കൂടി മിക്സ് ചെയ്ത് ഉപയോഗിക്കണം. പിന്നെ ഒരു കോഴിമുട്ട ചേർക്കുന്നുണ്ട്. ഒന്ന് വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം. എങ്ങനെയുണ്ടെന്ന് അറിയാം. പാത്രത്തിനെടുത്താൽ മതിട്ടോ. ആദ്യം എടുത്തിട്ട് മതിയാവും. രണ്ടും വേണ്ടേ? രണ്ടും ഒരേ അളവിനെടുക്കണം. മൈദ വറക്കൊന്നും വേണ്ട. നമ്മുടെ ഉള്ളിവട നല്ല സോഫ്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് വറുത്തെടുക്കണത് കേട്ടോ. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണു. ഞങ്ങൾക്കും എല്ലാവർക്കും സുഖമായിട്ടിരിക്കണം കേട്ടോ. ഞങ്ങൾ ഒരു കുഴപ്പമൊന്നുമില്ല, വേഗം കുഴപ്പങ്ങളൊന്നുമില്ല. ദൈവാനുഗ്രഹം കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകണം. അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവരും എന്ന് വിചാരിക്കട്ടെ. കർക്കിടക മാസം വന്ന് നമ്മുടെ അമ്പലത്തിൽ 7 ദിവസത്തെ പരിപാടിക്ക് ഉണ്ടാവും കേട്ടോ. ഭാഗവത സപ്താഹ യജ്ഞം 7 ദിവസം നല്ല ആഘോഷമാണ്. അന്നദാനവും പാരായണമൊക്കെ ആയിട്ട് ഭാഗവത പാരായണം. ഫസ്റ്റ് ദിവസം താണിയോടെ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിച്ചിട്ട് ചെർക്കാകോട് ക്ഷേത്രത്തിലേക്ക് വരും. പിന്നെ 5-ാമത്തെ ദിവസം ചെമ്പൂത്ര ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് കൃഷ്ണന്റെ രാധയുടെ കല്യാണമായിട്ട് നല്ല ആഘോഷമാണ് ഇവിടെ. എല്ലാവർക്കും ഭയങ്കര ഒരു ഹരാണ്. കർക്കിടക 7 ദിവസം ഇവിടെ ഭയങ്കര ഒരു പ്രത്യേകതയുള്ള ഇതല്ലേ. കർക്കിടക മാസം തന്നെ ഒരു പ്രത്യേകതയാണ്. പണ്ടൊക്കെ എന്ന് പഞ്ഞും വറുതിയുടെയും കാലല്ലേ കർക്കിടകം. ഭക്ഷണം ഉണ്ടാവില്ല, മഴയും പെയ്ത്. ഇപ്പോൾ എന്ന് പറയുന്നത് ഭക്ഷണത്തിനൊന്നും ഒരു കുറവില്ലാത്ത കാരണം അന്നദാനത്തിനൊന്നും പ്രാധാന്യമില്ലാണ്ടായി. അതെ, ഭഗവാന്റെ ചോറുണ്ണാൻ ഒരുപാട് ആൾക്കാർ എത്തും. 5-ാമത്തെ ദിവസം കൂടുതലിട്ടാ. സപ്താഹ യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രഭാഷണം കേൾക്കാറില്ലെങ്കിലും അന്നദാനത്തിന് ആളുകൾ എത്തുള്ളൂ. 5-ാമത്തെ ദിവസം നമ്മള് വരി നിന്ന് മടുക്കണം കേട്ടാ. ഒരു 2 കിലോമീറ്റർ ഒക്കെ ആവും വരി. നല്ല തിരക്കാവും. അപ്പൊ നമ്മള് ആട്ട നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മൈദപ്പൊടി, പിന്നെ കുറച്ചുണ്ടാക്കണമല്ലോ കേട്ടോ, അധികമില്ല. നന്നായി മിക്സ് ആക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് സൂക്ഷിച്ചൊഴിച്ചോളാം. ഉപ്പാണ് സവോളയിൽ തിരുപ്പിടിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ പച്ചമുളക് അരിഞ്ഞില്ല അല്ലേ? മറന്നു. പൊടിയപ്പ് മേടിക്കണം കുറച്ച്. പൊടിയപ്പുമ്പോൾ നമുക്കൊരു അളവ് അറിയാം. പക്ഷെ വെള്ളമാകുമ്പോൾ നമുക്കത്ര അളവ് കൃത്യമാവില്ല. പക്ഷെ ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ. ഈ വല്ലപ്പോഴൊക്കെ നമുക്ക് അത്യാവശ്യം പൊടിപ്പ് കണ്ട എല്ലാത്തിനും നമ്മൾ പൊടിപ്പ് തന്നെ ഇടുള്ളൂ. എളുപ്പം നോക്കിയിട്ട് തന്നെ ചെയ്യാം. മുളക് നമുക്ക് നൈസായിട്ട് അരിയാം കേട്ടോ. മൂത്ത മുളകാണ്. 3 മുളകല്ലേ?
കാണിക്കാം. ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കണ്ട കേട്ടോ. നന്നായിട്ട് നമുക്ക് മിക്സ് ആക്കാം. ഉപ്പ് നോക്കാം കേട്ടോ. പിന്നെ നോക്കിയില്ലെങ്കിൽ ഉപ്പ് നമുക്കൊന്ന് തിരുമ്മിയതിന് ശേഷം നോക്കാം. എന്നിട്ട് വെള്ളം ചേർക്കണം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഉപ്പായിട്ടില്ല, നമുക്ക് കുറച്ചും കൂടി ഉപ്പ് വെള്ളം ഒഴിച്ചോളാം. കുറേശ്ശായിട്ട് നമ്മൾ തെളിച്ചെടുത്ത് ഇങ്ങനെ കുഴക്കണം കേട്ടോ. സബോളയിൽ ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അധികമാവാൻ പാടില്ല. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ തന്നെ ഇരുന്നാലും കുഴപ്പമില്ല. വെള്ളം അങ്ങനെ ഒട്ടിപ്പിടിക്കണ്ടേ, അതിങ്ങനെ മണിമണിയായിട്ട് കൊഴിഞ്ഞു വീഴും. കുറേശ്ശായിട്ട് ഇങ്ങനെ ചേർത്ത് പോരാത്ത ഒഴിച്ചു കൊടുത്തതിന് കുഴച്ചെടുക്കണം. ഇപ്പം ഉണ്ടാവുന്ന നോക്കിയില്ലേ? ഒന്ന് കുഴച്ചിട്ട് ഒന്നും കൂടി നോക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒടുവായപ്പോൾ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു 10 മിനിറ്റ് അങ്ങനെ വെക്കണം. അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. മതി. തീ നന്നായി കൂട്ടി വയ്ക്കുക. വെളിച്ചെണ്ണ നന്നായി തിളക്കട്ടെ. അപ്പം നമ്മളിത് ഉണ്ടാക്കണം കേട്ടോ. തിളച്ചു. അപ്പോൾ വെളിച്ചെണ്ണ എല്ലാവരും പെട്ടെന്ന് കയറി വേവാൻ സഹായിക്കും. നല്ലൊരു തുളയിട്ട് തീർച്ചാ. അപ്പം ഇതുമ്മ വെച്ചിട്ട് അതിൽ ഇട്ട് കൊടുക്കാൻ മതി. മതി. വെളിച്ചെണ്ണ കൈ വയ്ക്കാൻ തീ കുറഞ്ഞിപ്പം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയുള്ള വേവില്ല. അതേ നമ്മളൊന്ന് മറച്ചിട്ടുണ്ട് കേട്ടോ. കുറേ നാളായി നമ്മൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കിയിട്ട്. ചായയിലേക്ക് നമുക്ക് ഉള്ളിവടയാണ് കേട്ടോ. അതേ നമ്മുടെ ഉള്ളിവട ഒരെണ്ണമായിട്ടുണ്ട് കേട്ടോ. നല്ല വലിപ്പമുള്ള ഉള്ളിവടയാണ് നമ്മൾ ഉണ്ടാക്കിയേക്കണം. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കും. 4 മണിക്ക് കടിയൊക്കെ നമ്മൾ ഇതേപോലെ മക്കൾ വരുമ്പോഴേക്ക് ഉണ്ടാക്കുക. അപ്പോൾ നല്ല എണ്ണയിലൊക്കെ നമുക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അവരുടെ ശരീരത്തിന് ഏറ്റവും നല്ല ഒരു ആഹാരം കൂടിയായിരിക്കും. പുറമെ നിന്നൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ ഏത് എണ്ണയിലാണെന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. എണ്ണ വറുത്തേലെണ്ണ വറുത്ത് നമുക്ക് ചില്ലുകൂട്ടിലിരിക്കണ പലഹാരത്തെ മാത്രം നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഈ മൃഗങ്ങളുടെയൊക്കെ കൊഴുപ്പ് ഇതാക്കിയിട്ട് എന്തൊക്കെയോ എന്തോ ഒരു കെമിക്കൽ ചേർത്താൽ നല്ല ക്ലിയർ ആയിട്ടുള്ള ഓയിൽ കിട്ടും. കൂടുതലും ഈ ഓയിലിൽ നിന്നാണ് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരുന്നത് പറയണം കേട്ടോ. അതെ, മറിച്ചിട്ട് ഇത് വേണമെങ്കിൽ ചെറിയ ചീഞ്ചട്ടിയെ തന്നെ എണ്ണ തെന്നി പോലുള്ള ചാൻസ് ഉണ്ട് കേട്ടോ.
നമ്മളൊരു 3-4 ഉണ്ടാക്കണുള്ളൂ. അത് തന്നെ ചെറിയ ചീഞ്ചട്ടിയാണ് നമ്മളിതിൽ എടുത്തിരിക്കണത്. നമ്മുടെ പണ്ടത്തെ വെള്ളപ്പച്ചട്ടിയാണ്. വെള്ളപ്പച്ചട്ടിയിലത്തെ നോൺ സ്റ്റിക്കൊക്കെ പോയപ്പോൾ നമ്മളത് ഉള്ളി കാച്ചാനൊക്കെ ആയിട്ട് പിന്നെ വിടുത്തുട്ടാ. അപ്പം നമ്മളിങ്ങനെ എല്ലതും വറുത്തിട്ട് നമുക്കിനി കാണിക്കാം. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ടാ എല്ലതായിട്ടുണ്ട്. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്ക് കട്ടൻ ചായയും ഉള്ളിവടയും കഴിക്കാട്ടാ. സൂപ്പറാണ്. ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ മഴക്കാലത്ത് ഉള്ളിവടയും കട്ടൻ ചായയും അടിപൊളിയാണ് കേട്ടോ. നല്ല ചൂടുണ്ട് ചായ കേട്ടോ. ആവി പറക്കണ കട്ടൻ ചായയും ഉള്ളിവടയും. അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ പുതിയ ഐറ്റമായി വരുന്നതിൽ എല്ലാവർക്കും ബൈ ബൈ.